എടാ മഹേഷേ അറിഞ്ഞില്ലേ? ആ എടാ ബിഗ് ബോസില് സെലക്ഷൻ കിട്ടടാ. അഞ്ച് അറിഞ്ഞില്ല, ഞാനുണ്ട്. സെലക്ഷൻ ആയിണ്ട്. ആടാ അങ്ങോട്ട് പോണപ്പോ. ആ അടുത്ത ദിവസം പോണോ? ചെന്നൈ ഫുള്ള് ഷൂട്ട് തന്നെയാ. ഒന്നും പറയണ്ട മോനെ. ഏ ആ ഒരു മിനിറ്റ് മാഷ്, ഒരു മിനിറ്റ്. ആ അല്ലോ എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞടാ. ഇനി ഈ ആരാണ് മോനെ? ഞാനൊരു സെൽഫി എന്റെ കൂടെ എടുക്കാം. അടിപൊളി കേട്ടോ, ബിഗ് ബോസിലൊക്കെ കിട്ടാറ്. ഇനി നോക്കണ്ടടാ, അടിപൊളിയായി കേറിപ്പോലെ. പിന്നെ എവിടെ എത്തിപ്പോ ഇതില് വിന്നർ ആവണമെങ്കിൽ ഒരാളുണ്ട്, ഒരു സ്വാമി. അയാളടുത്ത് പോയിട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത്. ആ സ്വാമി പറയുന്ന പോലെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസിൽ വിന്നർ ആവാം. പറ്റോടാ? സ്വാമി പറഞ്ഞ ഓക്കെയാടാ. എന്നാ പിന്നെ പോടാ. എനിക്ക് അറിയുന്ന സ്ഥല എന്റെ കൂടെ വരികയാണെങ്കിൽ ഇപ്പൊ അയാളടുത്ത് പോയി കഴിഞ്ഞാൽ അയാളെ കുറെ ഉപദേശങ്ങളും കുറച്ച് മന്ത്രങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഈ ആയിരിക്കും വിന്നർ. ഈ വണ്ടി എടുക്ക്, എന്നാ പോവാ. ഇപ്പം തന്നെ പോകും. അതിരാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായ രമണിയെ കണ്ടപ്പോൾ അടുത്ത വീട് കൃഷ്ണകാന്തൻ എന്ന കുട്ടിക്ക് ചെറിയൊരു അതെ അനിയം ഈ നക്ഷത്രത്തിൽ പിറന്ന നല്ല ധ്വാനികളും കർമ്മനിരോധനമായ എന്താ വന്ന കാര്യം പറയാ സ്വാമി? ഇവന് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ വിന്നർ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു സ്വാമി വന്ന് കണ്ടാ മതി. സീസൺ 1 മുതൽ 6 വരെ വിന്നർ ആയവരൊക്കെ ഇവിടെ വന്ന് അനുഗ്രഹവും അതുപോലെ തന്നെ ഉപദേശവും നേടിയിട്ടാ പോയേ. ഞാൻ പറഞ്ഞു സ്വാമി, എനിക്കറിയാലോ സ്വാമിയെ, അങ്ങനെ കൂട്ടി വന്നതാണ്. അപ്പൊ സ്വാമി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ പേര്? രഞ്ജിത്ത്. ബിഗ് ബോസ് സീസൺ 7 രഞ്ജിത്ത്. നാളെയല്ലേ തുടങ്ങണേ? അതെ. ഇന്നല്ലേ പോണേ? അതെ. എങ്കിൽ ഒരു ദിവസം യാത്രയ്ക്കുണ്ട്. ആ യാത്രയിൽ ഈ പുസ്തകം അങ്ങോട്ട് കൂടെ കൂട്ടുക, കുത്തി എന്ന് ഇയാളോട് പഠിക്കാൻ പറയുക. സ്വാമി PSC എക്സാം അല്ല, ബിഗ് ബോസ് അല്ലേ? അതാ പറഞ്ഞേ, തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് പഠിക്കുക. ഇത് എന്ത് പുസ്തകം സ്വാമി? ഇതാണ് 101 പച്ചത്തെറികൾ. ഇതില്ലാതെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഇതും വലിയ പുളിച്ച തെറികൾ.